6:30 ഇപ്പോൾ നമ്മൾ പുറകിൽ ഗ്രൗണ്ടിൽ നിൽക്കുന്ന രാഹുൽ, അരുൺ അങ്ങനെ എല്ലാവരും കൂടി വിളിച്ച് പറയാനുണ്ടായത്. ഇവിടെ ഒരു ഓഫീസർമാർ വന്നിട്ടുണ്ട്, കോട്ടേഴ്സിൻ്റെ പുറകിൽ തൂങ്ങി മരിച്ച് കിടക്കുന്നു എന്നും പറഞ്ഞ് വിളിച്ച് പറയാൻ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴാണ് പെങ്ങൾ പുറകിൽ കിടക്കുന്നത് കണ്ട്. ഇവിടെ മരിച്ച ആളുടെ ഒരു അഡീഷണൽ കമ്മീഷണറാണ് GSTയുടെ, പുള്ളിയുടെ പെങ്ങളാണ് പുറകിൽ കണ്ടത്. കുറച്ച് ഒരു 7:30 ടോർച്ചൊക്കെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ അടിച്ചു നോക്കിയപ്പോൾ പുള്ളിയും ഫ്രണ്ടിൽ കണ്ട്. അമ്മയും കൂടി ഉണ്ട്. അമ്മയുടെ ബോഡി ഇതുവരെ നമുക്ക് കണ്ടിട്ടില്ല. തുറന്ന് നോക്കിയാലാണ് എത്ര പേര്. ഒരു 3 അംഗങ്ങളാണുള്ളത്. 1.5 വർഷമായി ഇവിടെ താമസിക്കുന്നത്. പുള്ളി സിസ്റ്ററും ഇവർ ജാർഖണ്ഡുകാരാണ് 3 പേരും. കാരണം ഇവിടെ ലോക്കൽ ആരുമായി അത്ര ബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെ ഒന്നുള്ള ആളുകളല്ല. മരണകാരണം ഞങ്ങൾക്ക് ഒരു ഓഫീസിൽ അറിയാൻ പറ്റിയത് എന്തൊരു കേസുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡിലേക്ക് 4 ദിവസം ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായി. 4 ദിവസം കഴിഞ്ഞപ്പോൾ 8 ദിവസമായിട്ടും ആൾ വരാത്തത് കൊണ്ട് ഇന്ന് ഓഫീസിൽ നിന്ന് ആളെ അന്വേഷിച്ച് വന്നപ്പോഴാണ് അവരും ഞങ്ങളും ഒരേപോലെ കണ്ട് മുട്ടിയപ്പോഴാണ് സ്മെല്ല്. ഇന്ന് മിനിഞ്ഞാന്ന് തൊട്ട് സ്മെല്ല് ഇവിടെ തുടങ്ങി. പിള്ളേർ ബാക്ക് സൈഡ് ഗ്രൗണ്ടിൽ കളിക്കുന്ന പിള്ളേർക്ക് സ്മെല്ലുണ്ടായി. വേസ്റ്റ് പുറകിലിടണതിൻ്റെ ആണെന്നുള്ളതാണ് കരുതിയത്. അതിപ്പോൾ പിന്നീടാണ് ഇന്നാണ് മനസ്സിലായത് ഇവരുടെയാണെന്നുള്ളത്. ഒരു 4 ദിവസത്തോളം പഴക്കമുള്ള രീതിയിലാണ് ബോഡിയുടെ കിടപ്പ്. എന്തുമില്ല. ഒരു 1.5 വർഷമായി. ഇപ്പോൾ അവർ അമ്മയും പെങ്ങളും വന്നിട്ട് ഒരു 1.5-2 മാസത്തോളമായിട്ടു. ഇല്ല. പുള്ളി 42 വയസ്സ്, പെങ്ങൾക്ക് 38 വയസ്സ്, അമ്മ ഒരു 68 വയസ്സ്. മാരീഡ് അല്ല ആരും. പുള്ളി IAS റാങ്ക് ലിസ്റ്റ് എന്തോ പേരുള്ളതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. പെങ്ങൾ സബ്സിഡി ഉപ്പിനുള്ള ഞാൻ അടിച്ചോളാം. Thank you.